ഏവർക്കും നമസ്കാരം. ഗംഗൈ ച യമുനൈ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. നമ്മളിൽ പലരും ഈ മന്ത്രം പല വൈദിക ചടങ്ങുകളുടെ തുടക്കത്തിനും കേട്ടിട്ടുള്ളതാണ്. വൈദിക ചടങ്ങുകളുടെ മുന്നോടിയായി തീർത്ഥം നിർമ്മിക്കുമ്പോഴാണ് നാം സാധാരണയായി ഈ മന്ത്രം ഉരുവിടാറുള്ളത്. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങിയ നദികളിലെ ജലത്താൽ ഈ തീർത്ഥജലം അനുഗ്രഹീതമാവട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരാംശം. ഇതിൽ സരസ്വതി നദി ഒഴികെ മറ്റെല്ലാ നദികളും ഇന്ന് ദൃശ്യമാണ്. സരസ്വതി നദി അദൃശ്യയായി ഒഴുകുന്നു എന്നാണ് വിശ്വാസം. സരസ്വതി നദിയെക്കുറിച്ച് ധാരാളം മിത്തുകൾ പ്രചരിക്കുന്നുണ്ട്. സരസ്വതി ഒരു യാഥാർത്ഥ്യമായിരുന്നോ, അതല്ല ചില പുരാണകർത്താക്കളുടെ കാൽപ്പനിക സൃഷ്ടിയാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ കാലങ്ങളായി ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ സരസ്വതി ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായി നിലനിന്നിരുന്നു. BC 2500 വരെ വളരെ സജീവമായി ഒഴുകിയിരുന്ന നദിയായിരുന്നു സരസ്വതി. സരസ്വതി നദിയെക്കുറിച്ച് വളരെ വിശദമായ പരാമർശം ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 72 തവണയാണ് സരസ്വതി നദിയെക്കുറിച്ച് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. നദ്യോത്തമ എന്നാണ് ഋഗ്വേദം സരസ്വതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നദ്യോത്തമ എന്ന് പറഞ്ഞാൽ നദികളിൽ ഉത്തമയായവൾ എന്നാണ്. അത്രയും വലിയ പ്രാധാന്യത്തോടുകൂടി ഋഗ്വേദം സരസ്വതിയെ വിശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പുണ്യനദിയായി കണക്കാക്കുന്ന ഗംഗയേക്കാൾ കൂടുതൽ തവണ വിശദമായി പരാമർശിച്ചിരിക്കുന്നത് സരസ്വതിയെക്കുറിച്ചാണ്. ഋഗ്വേദത്തിലെ നദീസ്തുതി സൂക്തം എന്നൊരു സൂക്തമുണ്ട്. ഈ സൂക്തത്തിൽ ഉത്തര ഭാരതത്തിലെ ഗംഗ മുതൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ഉൾപ്പെടുന്ന മേഖല വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തെ പ്രധാന നദികളുടെ ഭൂമിശാസ്ത്രം വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ്, സൂക്തമാണ് നദീസ്തുതി സൂക്തം. ഇതിൽ എല്ലാ നദികളുടെയും സ്ഥാനം കൃത്യമായി നിർണയിച്ചത് കാണാം. ഇതിൽ സരസ്വതി നദിയുടെ സ്ഥാനവും നിർണയിച്ചിട്ടുണ്ട്. ശിവാലിക് മലനിരകളിൽ നിന്നും ആധുനിക ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ചോളിസ്ഥാൻ, പാകിസ്ഥാനിലെ ചോളിസ്ഥാൻ, സിന്ധ് പ്രവിശ്യ, കച്ച് വഴി പടിഞ്ഞാറ് അറബിക്കടലിൽ സംഗമിക്കുന്ന തരത്തിലാണ് നദീസ്തുതി സൂക്തം സരസ്വതിയുടെ സ്ഥാനം നിർണയിച്ചിരിക്കുന്നത്. ഈ സരസ്വതി ഏതാണ്ട് 4000 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഒഴുകിയിരുന്നു അത്രേ. ഏതാണ്ട് 4000 കിലോമീറ്റർ ദൂരത്തോളം ഒഴുകിയിരുന്ന ഈ നദിയായിരുന്നു അക്കാലത്ത് ഭാരതത്തിൻ്റെ ജനജീവിതത്തിന് ആധാരം. ഇന്ന് എപ്രകാരമാണോ ഗംഗ യമുന തീരത്ത് നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം അധിവസിക്കുന്നത്, അതുപോലെ നമ്മുടെ ജനസംഖ്യയുടെ ഒരു വലിയ പങ്ക് അന്ന് അധിവസിച്ചിരുന്നത് സരസ്വതി തടങ്ങളിലായിരുന്നു. പ്രധാന വിദ്യാകേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട മുനിമാരുടെ ആശ്രമങ്ങൾ
ഇതൊക്കെ നിലനിന്നിരുന്നത് സരസ്വതി നദിയുടെ തീരത്തായിരുന്നു. ഇത്രയധികം ഗുരുകുലങ്ങൾ നിലനിന്നിരുന്നത് കൊണ്ടാവാം പിന്നീട് സരസ്വതിക്ക് വിദ്യാദേവത എന്ന ഒരു വിശേഷണം കൂടി വന്നത്. ഋഗ്വേദത്തിൽ വളരെ വിശദമായി പരാമർശിച്ചിരിക്കുന്ന സരസ്വതി നദിയെ യജുർവേദ കാലഘട്ടമാവുമ്പോഴേക്കും താരതമ്യേന കുറച്ചു മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. സാമവേദത്തിലും അഥർവവേദത്തിലും നാമമാത്രമായി മാത്രമേ സരസ്വതി നദിയെ കാണാൻ കഴിയുന്നുള്ളൂ. പിന്നീടുള്ള പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഋഗ്വേദത്തിൽ നൽകിയ പ്രാധാന്യം സരസ്വതിക്ക് നൽകിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സരസ്വതി ഋഗ്വേദ കാലഘട്ടത്തിന് ശേഷം ക്രമാനുഗതമായി നശിച്ചു തുടങ്ങിയിരുന്നു എന്നാണ്. ചില പുരാണങ്ങളിൽ സരസ്വതി നദി അപ്രത്യക്ഷയാവുന്ന പ്രദേശത്തെ വിനാശന എന്ന് അടയാളപ്പെടുത്തിയതായി കാണാം. വിനാശനയുടെ ദൂരം ക്രമാനുഗതമായി കിഴക്കോട്ട് മാറുന്നതായി പുരാണങ്ങൾ അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാവും. വിനാശന കിഴക്കോട്ട് മാറുന്നതിനനുസരിച്ച് നദിയുടെ ദൈർഘ്യവും കുറഞ്ഞു. മഹാഭാരത കാലഘട്ടമാകുമ്പോഴേക്കും കുരുക്ഷേത്രയ്ക്കടുത്ത് വരെ മാത്രമേ സരസ്വതി നിലനിന്നിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്രകാരം ക്രമാനുഗതമായ സരസ്വതിയുടെ നാശത്തിന് കാരണമെന്ത് എന്ന് വിവിധ ചരിത്രകാരന്മാരും ഭൂമിശാസ്ത്ര വിദഗ്ധരും ഒക്കെ അന്വേഷണം നടത്തുകയുണ്ടായി. പലരും പലതരത്തിലുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളാവാം, കാലാവസ്ഥാ വ്യതിയാനങ്ങളാവാം, ഭൂചലനങ്ങളാവാം, ഇതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശിവാലിക് മുതൽ അറേബ്യൻ കടൽ വരെ സിന്ധു നദിക്ക് കിഴക്കായി ഒരു വിശാലമായ നദി ഒഴുകിയിരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഋഗ്വേദം നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് വന്ന വേദങ്ങളും പുരാണങ്ങളും ഒക്കെ ഈ നദി ശക്തി കുറഞ്ഞു ഒഴുകിയിരുന്നു എന്നതിൻ്റെ സൂചനയും നൽകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പുരാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് സരസ്വതി അദൃശ്യമായതുകൊണ്ട് തന്നെ പലരും സരസ്വതി നദി ഒരു മിത്തായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സരസ്വതി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. സരസ്വതി പുരാണ വ്യാഖ്യാതാക്കളുടെ ഒരു കാൽപ്പനിക നദി മാത്രമായിരുന്നു എന്ന വിഷയത്തെക്കുറിച്ച് നിരവധി ചർച്ചകളും പഠനങ്ങളും 18-ാം നൂറ്റാണ്ട് മുതൽ ഭാരതത്തിൽ നടക്കുന്നുണ്ട്. സരസ്വതിയെ പൊതുവെ ഇന്ന് പരാമർശിക്കുന്നത് പ്രയാഗ്രാജിൽ ഗംഗയും യമുനയുമായി ചേർന്ന് ത്രിവേണി സംഗമം രൂപപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രയാഗ്രാജ് ഉൾപ്പെടുന്ന പ്രദേശത്ത് കൂടിയല്ല വൈദിക കാലത്തെ സരസ്വതിയുടെ സ്ഥാനം നിർണയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. പക്ഷെ ഈ സിദ്ധാന്തത്തിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. അതും പഠനവിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ഗംഗ നദിക്ക് യമുന നദിക്കുമൊപ്പം സരസ്വതിയുടെ സാന്നിധ്യം കൂടി അവിടെ എത്തിച്ചേരുന്നതിന് പിന്നിലുള്ള കഥ ഇപ്രകാരമാണ്. ഒരു കാലത്ത് ശിവാലിക് മലനിരകളിൽ നിന്ന് യമുനയും സരസ്വതിയും അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഉദ്ഭവിച്ചിരുന്നതെന്നും അതിൻ്റെ ഒരു പ്രധാന കൈവഴി ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന അതേ പാതയിലൂടെ സരസ്വതിയായി ഒഴുകിയെന്നും യമുന 2 കൈവഴിയായി ഒഴുകി കിഴക്കേ കൈവഴി
ഗംഗയിൽ സംഗമിച്ചു എന്നും പടിഞ്ഞാറേ കൈവഴി ദൃഷ്ടാവതി നദി വഴി സരസ്വതിയിൽ സംഗമിച്ചിരുന്നു എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെ പിന്നീട് ആ യമുനയുടെ പടിഞ്ഞാറേ കൈവഴി കാലക്രമേണ കിഴക്കൻ കൈവഴിയുമായി യോജിക്കുകയും അങ്ങനെ സരസ്വതിയുടെ സാന്നിധ്യം പ്രയാഗ്രാജിൽ യമുന വഴി എത്തിച്ചേർന്നുവെന്നൊക്കെ കരുതപ്പെടുന്നുണ്ട്. മനുസ്മൃതി മുതലുള്ള പുരാണങ്ങളിലും സ്മൃതികളിലും ബ്രഹ്മാവർത്തം എന്നൊരു ആശയം വ്യക്തമാക്കുന്നുണ്ട്. സരസ്വതിയുടെ പ്രധാന പോഷക നദിയായ ദൃഷ്ടാവതിക്കും സരസ്വതിക്കും ഇടയിലുള്ള ഭൂപ്രദേശമാണ് ബ്രഹ്മാവർത്തം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതെന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് വേദങ്ങൾ ജനിച്ചതെന്നും യജ്ഞങ്ങളും വൈദിക ചടങ്ങുകളും നിരന്തരം നടന്നിരുന്ന പ്രദേശമായിരുന്നു എന്നും ഒക്കെയാണ് കരുതപ്പെടുന്നത്. അപ്പം ധാരാളം പുരാണങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ പൗരാണിക ഭാരതീയർ തന്നെ കൃത്യമായി സരസ്വതിയുടെ പാത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പൗരാണിക ഗ്രന്ഥങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രചരിച്ചു വന്ന കഥകളുടെയും അടിസ്ഥാനത്തിൽ ഒരു നദിയുടെ സാന്നിധ്യത്തെ ശാസ്ത്രീയവത്കരിക്കുക എന്നത് ശരിയല്ല. അതിന് ചില ശാസ്ത്രീയ തെളിവുകളുടെ കൂടി ആവശ്യമുണ്ട്. 18-ാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് സർക്കാർ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിവിധ ആവശ്യങ്ങൾക്കായി പാകിസ്ഥാനിലെ ചോലിസ്ഥാൻ മരുഭൂമി, രാജസ്ഥാനിലെ ഥാർ മരുഭൂമി, ഹരിയാന മേഖലകളിൽ നിരന്തരം സർവേ നടത്തുകയുണ്ടായി. ഇവരൊക്കെ മഴക്കാല നദിയായിരുന്ന, ഇപ്പോഴും മഴക്കാല നദിയായി ഒഴുകുന്ന ഗഗർ ഹക്ര നദികൾ ഒരു കാലത്ത് വളരെ വിശാലമായ നദിയായിരുന്നു എന്നതിൻ്റെ സൂചനകൾ നൽകി. ഇത് പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ മരുഭൂമികൾ പോലും ഇല്ലാതായേക്കും എന്നുള്ള സൂചനയും പല ശാസ്ത്രജ്ഞരും നൽകി. ഇതിൻ്റെ ഭാഗമായി ഭൗമശാസ്ത്ര വിദഗ്ധരും ജലവിദഗ്ധരും ജലശാസ്ത്ര വിദഗ്ധരും ഒക്കെ നിരവധി പഠനങ്ങൾ നടത്തുകയുണ്ടായി. ഇതിൽ നിന്നും മൺസൂൺ കാല നദിയായ ഗഗ്ഗർ ഹക്ര നദികളുടെ പാതയും വൈദിക കാലത്ത് പരാമർശിച്ചിരിക്കുന്ന സരസ്വതിയുടെ പാതയും ഒരേ പാതയാണെന്ന് വ്യക്തമായി. ശക്തിയായ സരസ്വതി പിന്നീട് ക്ഷയിച്ച് ഇന്ന് കാണുന്ന വെറും ചാലു മാത്രമായ മൺസൂൺ കാല നദി ഗഗ്ഗർ ഹക്ര നദികളായി പരിണമിച്ചതാവാം എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് അത് നൽകിയത്. പഠനങ്ങൾ പിന്നീട് തുടർന്നുകൊണ്ടേയിരുന്നു. നിരവധി ഭൂപടങ്ങൾ ഈ വിഷയത്തിൽ എഴുതപ്പെട്ടു. നിരവധി ഭൂപടങ്ങൾ ഈ വിഷയത്തിൽ വരയ്ക്കപ്പെട്ടു. ഈ ഭൂപടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ, നിരവധി ഇൻഡോളജിസ്റ്റുകൾ, ബ്രിട്ടീഷുകാരായ ഇൻഡോളജിസ്റ്റുകൾ പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവരുടെ ഓരോ പഠനങ്ങളും വളരെ ആകർഷകവും നമ്മുടെ പുരാണത്തെക്കുറിച്ചും നമ്മുടെ പൗരാണിക ചരിത്രത്തെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ തുറന്നു തരുന്നതുമാണ്. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ പുരാവസ്തു പഠനങ്ങൾ നടന്നതോടുകൂടി സരസ്വതിയുടെ യാഥാർത്ഥ്യം കുറെ കൂടി വ്യക്തമായി. സരസ്വതി നദീതടത്തിൽ നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങൾ കണ്ടെത്തി. സിന്ധു നദീതട സംസ്കാരം എന്ന് പൊതുവെ അറിയപ്പെടുന്ന സംസ്കാരം യഥാർത്ഥത്തിൽ സിന്ധു സരസ്വതി നദീതട സംസ്കാരമാണെന്ന് വ്യക്തമായി. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായിരുന്ന
നിരവധി സ്ഥലങ്ങൾ സിന്ധുവിൻ്റെ തീരത്തായിരുന്നില്ല സ്ഥിതി ചെയ്തിരുന്നത്, പകരം സരസ്വതി നദിയുടെ തീരത്തായിരുന്നു. ധോളാവീര, കാലിബംഗ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളൊക്കെ വൈദിക സരസ്വതി കടന്നുപോയ അതേ മാർഗത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നത് സരസ്വതിയെക്കുറിച്ചുള്ള കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളാണ് സമ്മാനിച്ചത്. ഹാരപ്പൻ ജനതയുമായി ബന്ധമുള്ളതും ഒരുപക്ഷെ ഹാരപ്പൻ ജനതയേക്കാൾ വിശാലവും വികസിതവുമായ സംസ്കാരവും നിലനിന്നിരുന്നത് സരസ്വതി നദീതടങ്ങളിലായിരുന്നു. ഈ സംസ്കാരം ക്ഷയിച്ചത് ആര്യൻ അധിനിവേശം കൊണ്ടാണെന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. വാസ്തവത്തിൽ നാം ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് വെറും ഒരു കെട്ടുകഥയാണെന്ന് വ്യക്തമാവും. കാരണം ആര്യ സംസ്കാരത്തിൻ്റെ നിരവധി തിരിശേഷിപ്പുകൾ ഹാരപ്പൻ സരസ്വതി തട സംസ്കാരത്തിലും വ്യക്തമായിരുന്നു. അതിനാൽ ആര്യന്മാർ തദ്ദേശവാസികളായിരുന്നു എന്നും ആര്യ ദ്രാവിഡ സംഘർഷം ആണ് ദേവാസുര യുദ്ധമായി വേദങ്ങളും പുരാണങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്ന വാദം പൂർണ്ണമായും തെറ്റാണെന്നും നമുക്ക് സരസ്വതി നദീതട സംസ്കാരത്തിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് വ്യക്തമാവും. പൊതുവെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാദം, ആര്യന്മാരായിരുന്ന തദ്ദേശീയർ ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ അറബ് മേഖലകളിൽ നിന്നോ വന്ന ഒരു സെമറ്റിക് വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കാം. അതായിരിക്കാം യഥാർത്ഥത്തിൽ ദേവാസുര യുദ്ധം. ആ സെമറ്റിക് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ നീഗ്രോട്ടിക് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കാം, ആജാനബാഹുക്കളായ ആളുകളെ ആയിരിക്കാം ചിലപ്പോൾ അസുരന്മാർ എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത് പുരാണങ്ങളിൽ. സരസ്വതി നദിയെക്കുറിച്ച് ആധുനിക ഭാരതത്തിലും നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. മിഷേൽ ഡാനിനോ, ഡോക്ടർ എസ് കല്യാണരാമൻ തുടങ്ങിയ ആളുകളൊക്കെ സരസ്വതി നദിയുടെ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം ശ്രമഫലമായി നിരവധി പുതിയ പുതിയ വിവരങ്ങൾ സരസ്വതി നദിയെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ISROയുടെയും നാസയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ പഠനവും സരസ്വതി എന്ന വിശാലമായ നദി ഋഗ്വേദത്തിൽ പരാമർശിച്ച അതേ പാതയിലൂടെ ഒഴുകിയിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് നൽകുന്നു. ഭാരത സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇന്നും സരസ്വതി നദിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പുതിയ പുസ്തകമായ സരസ്വതി നദി കാണാമറയത്തെ അമൃതധാര എന്ന പുസ്തകമാണ്. ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ സരസ്വതി നദിയുടെ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ കൃതിയിൽ നടത്തിയിട്ടുള്ളത്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സരസ്വതി റിസർച്ച് ഫൗണ്ടേഷൻ അതിൻ്റെ അമരക്കാരനായ ഡോക്ടർ എസ് കല്യാണരാമൻ, ഡോക്ടർ GD ബക്ഷി, ഡോക്ടർ മിഷേൽ ഡാനിനോ തുടങ്ങിയവരുടെയൊക്കെ പഠനങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചും നദീതട സംസ്കാരങ്ങളെക്കുറിച്ചും വ്യക്തമാക്കിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ കൃതിയിൽ വേദകാലത്തെ സരസ്വതിയുടെ യഥാർത്ഥ ചിത്രവും പിന്നീട് സരസ്വതി നദിക്ക് സംഭവിച്ച മാറ്റങ്ങളും അതിൻ്റെ കാരണങ്ങളും എന്തുകൊണ്ട് ഭാരത സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം എന്ന് മാത്രമായി വിശേഷിപ്പിക്കാതെ
സിന്ധു സരസ്വതി തട സംസ്കാരം എന്ന് വിശേഷിപ്പിക്കണം എന്നതിൻ്റെ ആവശ്യകതയും സരസ്വതി നദിയെ കണ്ടെത്താൻ നടത്തിയ നിരവധി പഠനങ്ങളെക്കുറിച്ചും ഭൂപടങ്ങളുടെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കൃതി ഭാരത സംസ്കാരത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന സഹൃദയർക്കും അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കൃതിയിൽ നിരവധി ഭൂപടങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ വൈദിക കാലത്തെ ഭൂപടങ്ങളെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു ശ്രമവും ഇതിൽ കാണാം. കൊറോണ മഹാമാരി കാലഘട്ടമായതിനാൽ ഈ പുസ്തകത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രകാശനം സാധ്യമല്ലാതെ വന്നിരിക്കുന്നതിനാൽ ഒരു പുസ്തക പരിചയം മാത്രം നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകം പ്രധാന ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയവയിൽ ലഭ്യമാണ്. 220 രൂപയാണ് വില. 190 പേജാണുള്ളത്. സരസ്വതി നദിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കാൻ എല്ലാവരും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നും ഈ പുസ്തകം വായിക്കുക. നമ്മുടെ മഹത്തായ ഭാരത സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഈ പുസ്തകം ഏവർക്കും ഉപകാരപ്രദവും ആസ്വാദികരവുമാവും എന്ന പ്രതീക്ഷയോടെ സഹൃദയ സമക്ഷം ഞാൻ ഈ പുസ്തകം അവതരിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.